Hello, good morning all. Good morning. Hello. Good morning. Good morning. Okay, thank you. Good morning. Okay. അപ്പോ നമ്മള് വീണ്ടും നല്ലൊരു ദിവസം അല്ലെ, നല്ലൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഓരോ ദിവസത്തിലും നമുക്ക് ഓരോ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഓരോ പ്രോബ്ലംസ് നമുക്ക് വരും. അപ്പം മെന്റലി ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസിഡർ ചെയ്യും, നമുക്ക് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ എടുക്കും. പക്ഷെ നമ്മുടെ മെന്റലി നമുക്കൊരു സിക്ക് വന്നാൽ, എന്തെങ്കിലും ഇമോഷണലി ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ തളർച്ചയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വന്നാൽ നമ്മൾ ആരും അതിന് പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഒന്നും നമ്മൾ ആരും പോകാറില്ല. പക്ഷെ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓൾമോസ്റ്റ് ഓക്കെ ആണെങ്കിൽ ഫിസിക്കലി നമ്മൾ എന്തായിരിക്കും, ഓക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മെന്റൽ ഹെൽത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ടൂളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ജേർണലിംഗ് നല്ലൊരു മെന്റൽ ഹെൽത്ത് ടൂളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ നല്ല പ്രാക്ടിക്കലി കൊണ്ടുവരാനും അതുപോലെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജേർണലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ജേർണലിംഗ്. ജേർണലിംഗ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്കും പറയാൻ പറ്റുമോ എന്താണ് ജേർണലിംഗ്? നമ്മുടെ കൂടെ എല്ലാവരും ചെയ്യുന്നവരുണ്ടാകും, പക്ഷെ എന്തായാലും ഇനി ചെയ്യാത്തവരും അത് പ്രാക്ടിക്കലി കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ എന്താണ് ജേർണലിംഗ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പറയാം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതി വെക്കാം അല്ലെ. അതെ അതെ അതെ, നമുക്ക് കിട്ടിയ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എന്താന്ന് വെച്ചാൽ അത് എഴുതി വെക്കാം നമ്മള്. നമ്മുടെ അനുഗ്രഹങ്ങളാണെങ്കിലും നമ്മളുടെ ഫീലിങ്സ് ആണെങ്കിലും നമ്മളുടെ ചിന്തകള് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങള് അതെല്ലാം ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഡിജിറ്റലി നമ്മൾ അതിനെ എഴുതി പിടിപ്പിക്കുന്നതാണ് ജേർണലിംഗ് എന്ന് പറഞ്ഞാല്. നമുക്ക് ചിലപ്പോ കുറെ അനുഗ്രഹങ്ങൾ, നമുക്ക് സന്തോഷങ്ങൾ കിട്ടിയ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇമോഷണലി നമ്മൾ വീക്കായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് നടന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്കിനി വരാനിരിക്കുന്ന കുറെ കാര്യങ്ങൾ, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള നമ്മുടെ തോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി പിടിപ്പിക്കുന്നതാണ് നമ്മുടെ ജേർണലിംഗ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇമോഷണലി നമ്മള് അപ്പൊ നമ്മളെ മനസ്സിൽ നമുക്ക് ഇമോഷണലി വീക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആടി കളിക്കുന്നുണ്ടാവും. ലൈഫിൽ കുറെ മുൻപ് നടന്ന കാര്യമായിരിക്കാം, പക്ഷെ അതിപ്പോഴും നമ്മളെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ അറിയാണ്ട് നമ്മളെ പല രീതിയിലും അത് ബാധിക്കുന്നുണ്ടാവും. ചില ആളുകൾ നമ്മളെ കളിയാക്കും, ഓ ഇനി എനിക്കതൊന്നും കിട്ടൂല, നമ്മുടെ ഫെയിലിയറിനെ കുറിച്ച് നമ്മളെ കളിയാക്കും, അതിനെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. നമ്മളിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആവേശത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു അറ്റാക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സംസാരം, ആ ഒരു ടോക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയോ പോയി കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫെയിലിയറിന്റെ ഒരു ഫിയർ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാണ്ട് പുറത്ത് വരുന്നുണ്ടാവും. ഇതെന്നോ നമ്മുടെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു ട്രോമ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളൊരു പേപ്പറിൽ എഴുതി പിടിപ്പിക്കുമ്പോൾ നമുക്ക് അത് ഇമോഷണലി ഉള്ള കാര്യങ്ങളെ നമുക്ക് വളരെ ഒബ്ജക്റ്റീവായിട്ട് അതിനെ നേരിടാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരാനും പറ്റും. അപ്പോ ഇത് ഏറ്റവും നല്ലൊരു മെന്റൽ ഹെൽത്ത് ടൂളാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് സന്തോഷങ്ങളാണെങ്കിലും ഇനി നമ്മളെ ഫ്യൂച്ചറിലോട്ട് നമ്മൾ കൊണ്ടുവരാനിരിക്കുന്ന പല പ്ലാനിങ്സും നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഭംഗിയായിട്ട് ഒരു ബുക്കിലോ ഡിജിറ്റലി ആയിട്ടോ നമ്മൾ എഴുതാനും, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വായിക്കുന്ന സമയത്ത് നമുക്കൊരു ഇമോഷണലി നമ്മളൊരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ഗുഡ് മെന്റൽ ഹെൽത്ത് ടൂൾ. ഇതിലൂടെ നമുക്ക് കുറെ ബെനിഫിറ്റ്സും വരുന്നുണ്ട്. ജേർണലിങ്ങിലൂടെ നമുക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. നമ്മുടെ
ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാന്, അതുപോലെ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും, പിന്നെ നമ്മൾ പേഴ്സണൽ ഹെൽത്ത് ഡെവലപ്മെന്റ്, നമ്മളുടെ ഹീലിംഗ്, പിന്നെ പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെൽഫ് അവെയർനെസ്. നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പവർഫുൾ ടൂൾ തന്നെ പറയണം ജേർണലിംഗ് എന്ന് പറയുന്നത്. സോ സെൽഫ് അവെയർനെസ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലെ കഴിവുകൾ അറിയാനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആൾമോസ്റ്റ് ഓക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മെന്റൽ ഹെൽത്ത് ടൂളാണ് ജേർണലിംഗ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാനിരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മളൊരാൾ പറഞ്ഞു നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്യൂച്ചേഴ്സ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു, അല്ലെ? പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജേർണലിംഗ് വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഡെയിലി ജേർണലിംഗ്. അതായത് എല്ലാ ദിവസവും ഓരോ ദിവസവും എൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പം കുറെ സന്തോഷമുള്ള ഇൻസിഡൻസ് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ കുറെ സങ്കടങ്ങൾ നടന്നിട്ടുണ്ടാവും, നമ്മൾ കിട്ടിയ കുറെ എന്താ പറയാ, നമ്മളോട് കിട്ടിയ കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്ക്, നമ്മൾ അതിന് സെപ്പറേറ്റ് ഒരു ബുക്ക് കൺസിഡർ ചെയ്യുന്നു. അത് നമ്മൾ എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ടൈമിൽ ഇരുന്ന് എഴുതി വെക്കുക. അപ്പൊ ആ ദിവസം നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ഫീലിങ്സും അതോടുകൂടി അവിടെ അവസാനിച്ചു. അതിന് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വീങ്ങി കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ വരുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അതാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ്, അതുപോലെ നമ്മുടെ അച്ചീവ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മളുടെ അത് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങിന് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, ഒരു ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ നമ്മളുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പം ഞാൻ ഇനിയും ഇതിലും കൂടുതൽ ബെറ്റർ കാര്യങ്ങളിലൂടെ എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു തോട്ട്സ് നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെയാണ് ഇമോഷണൽ ജേർണൽ. അതായത് നമുക്കൊരു സ്ട്രെസ് വരുന്ന സമയത്ത് എന്ത് കാരണമാണോ ആ സ്ട്രെസ് വന്നിട്ടുള്ളത്, ആ ഒരു ഫീലിംഗ് വളരെ നന്നായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ഡിജിറ്റലി എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മുടെ ഫീലിങ്സ് കംപ്ലീറ്റ് നമ്മൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഡിജിറ്റലി ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും നമ്മൾ മറ്റെന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മൾ മറ്റെന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്തും ഈ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിലോട്ട് വീണ്ടും വരും. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് എന്ത്, ഇമോഷണൽ ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രെസ് നമുക്ക് വരുമ്പോൾ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റിയ ആളുകൾ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലൊരു ടൂളാണ് ഇമോഷണൽ ജേർണലിംഗ്. ഈ ഇമോഷണൽ ജേർണലിംഗ് ചില ആളുകൾ വളരെ സ്റ്റോറി ആയിട്ടൊക്കെ എഴുതാറുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റോറി ആയിട്ടൊക്കെ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പൊ നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സ്റ്റോറിയിലോട്ടായിരിക്കും നമ്മുടെ മൈൻഡ് പോവുക. അതോടുകൂടി നമ്മളുടെ ആ ഒരു അവിടെ അവസാനിക്കുന്നുണ്ട്. പിന്നെയാണ് ഗോൾ ജേർണൽ. അപ്പൊ ഗോൾ ജേർണൽ എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഗോൾ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഓരോ ദിവസവും അതിന് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു പ്ലാനിങ് നമ്മൾ എഴുതി വെക്കാം. അപ്പൊ നമ്മൾ ഓരോ മന്ത് എൻഡിലാണെങ്കിലും ഓരോ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ഗോൾ സെറ്റ് ചെയ്യണം. ആ ഒരു ഗോളിൽ നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യാൻ പറ്റും, അതിൽ എത്രത്തോളം നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഈ ഗോൾ ജേർണൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും അതിന്റെ പ്രോഗ്രസ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ജേർണൽസ് എന്ന് പറയുന്നത്.
അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഡെയിലി ജേർണലിംഗ് ആണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു അപ്പൊ നമ്മൾ ഡയറി ഒക്കെ എഴുതുന്നവരുണ്ടായിരിക്കും അല്ലെ. ഡയറി എഴുതുമ്പോഴും നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാറുണ്ട്. ചില സ്ട്രെസ് വരുന്ന കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് നമ്മളെ മൈൻഡ് തുറന്നെഴുതുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഡെയിലി ജേർണൽ. പിന്നെ വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. നമ്മുടെ ബ്ലെസ്സിങ്സിന് നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുന്നു. പിന്നെയാണ് ഇമോഷണൽ ജേർണലിങ്. ഇമോഷണൽ ജേർണലിങ്ങിൽ നമ്മളുടെ നമുക്ക് കിട്ടിയ സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള ഫീലിങ്സ് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഗോൾ ജേർണലിങ്, അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഗോൾസ് എന്താണെന്നും അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവിടെ ഗോൾ ജേർണലിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായി, അതിനുവേണ്ടി എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നാണ് ക്രിയേറ്റീവ് ജേർണലിങ്. അതായത് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഡ്രോയിങ്, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റോറി ആയിട്ടൊക്കെ എഴുതാൻ പറ്റും. അത് നല്ല റൈറ്റിങ്, പോയംസ്, ഡൂഡിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജേർണലിങ് എഴുതുന്നതാണ് ക്രിയേറ്റീവ് ജേർണൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജേർണലിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഹലോ, യെസ് സർ. ക്രിയേറ്റീവ് മാഡം 5ാമത്തെ ടൈപ്പ് ആണോ, അല്ലെങ്കിൽ പിന്നെ 3ൽ ഉൾക്കൊള്ളുന്നതാണോ? ഇമോഷണൽ ഇമോഷണൽ ജേർണൽ പറഞ്ഞിരുന്നല്ലോ, ആ അതിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ പിന്നെ ക്രിയേറ്റീവ് ജേർണൽ, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെ ഉണ്ടോ? സെപ്പറേറ്റ് ആണ് ക്രിയേറ്റീവ് ജേർണൽ. ഓക്കെ, നമ്മൾ ഇമോഷണൽ ജേർണലിംഗ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി പോലെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ അത് ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ് ക്രിയേറ്റീവ് ജേർണൽ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എഴുതി പിടിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫീലിങ്സ് അവിടെ നമുക്ക് നഷ്ടപ്പെടും. അതിലൂടെ നമ്മളൊരു ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. ഈ കഥയായിട്ടും കവിതയായിട്ടും ഒക്കെ എഴുതി വെക്കുന്നതിനെയാണോ നമ്മൾ ക്രിയേറ്റീവ് ജേർണൽ എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു. അതായത് പോസിറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് മാറ്റാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ ജേർണലിംഗ് എഴുതുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ജേർണലിംഗ് നമുക്ക് റെഗുലർ ആയിട്ട് കൊണ്ടുവരണം. നമ്മൾ ഒരു ദിവസം എഴുതി, പിന്നെ നമ്മൾ അതിനെ ഇട്ടു, പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും എഴുതി, അങ്ങനെയല്ല. ഒരു ജേർണലിംഗ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഡെയിലി ലൈഫിലെ ഡെയിലി റൂട്ടൈൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറ്റണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെഗുലർ പ്ലാന്, ഒരു റെഗുലർ ടൈം നമ്മൾ എന്ത് ചെയ്യണം, ജേർണലിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം. എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ടൈമില്, ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യാണ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ്, ബിഫോർ ബെഡ്, നമ്മൾ ആ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അതോടുകൂടി അവിടെ ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് വരാനിരിക്കുന്നത് പുതിയൊരു ദിവസം, പുതിയ സംഭവങ്ങൾ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ കാര്യങ്ങൾ, അങ്ങനെ ആ ഒരു ഇതിലൂടെ നമ്മൾ പാസ് ചെയ്യാം. ആ ഒരു പാത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ജേർണലിങ്ങിന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ടൈം നമ്മൾ കൊടുക്കുക. പിന്നെ അതെപ്പോഴും നമ്മളെ അടുത്ത് ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വായിച്ചു നോക്കാനും ആ ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് അതിനെന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും അത് കീപ്പ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ചിലപ്പോൾ എഴുതുമ്പോൾ ചിലപ്പോൾ അതിൽ ഗ്രാമർ മിസ്റ്റേക്കും മറ്റു പല മിസ്റ്റേക്സും വരും. അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വറീഡ് ആവരുത്. നമ്മൾക്ക് എന്താണോ തോന്നുന്നത് അത് നമ്മളുടെ ലാംഗ്വേജിൽ, നമ്മളുടെ ഭാഷയിൽ. ചില ആളുകൾ മറ്റുള്ള ആൾക്കാർ റീഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മിറർ റൈറ്റിങ്ങിൽ എഴുതുന്നവരുണ്ട്. പിന്നെ ചില ആളുകൾ നമുക്ക് തിരിയാത്തൊരു ലാംഗ്വേജ്, ഇംഗ്ലീഷും അല്ല, അങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജിലൊക്കെ എഴുതാറുണ്ട്. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ചില സംഭവങ്ങൾ മറ്റുള്ളവർ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫീലിംഗ് ഒന്നും കൂടെ ആയിരിക്കും ചെയ്യും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചെയ്യുന്നതാണ് ഒന്ന് മിറർ റൈറ്റിംഗ്, അങ്ങനെ എന്ത് ചെയ്യും, ചെയ്യാറുണ്ട്. അപ്പൊ ഇതിലുള്ള ഗ്രാമറോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ ഒന്നും നമുക്ക് നമ്മളുടെ തോട്ട്സ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വളരെ വൃത്തിയായിട്ട് എഴുതി വയ്ക്കാം. പിന്നെ വളരെ ഹോണസ്റ്റി ആയിട്ടാണ് നമ്മളോട് ചെയ്യുന്നൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഹോണസ്റ്റ് ആയിട്ട്, വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ജേർണലിംഗ് അല്ലെ. നമ്മൾ ഓൾറെഡി ഇതുവരെ
ചെയ്തു വന്നിട്ടുണ്ടാവാം. അപ്പൊ ഇതുവരെ എഴുതുന്നവര് അതിനൊന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല പ്രോംപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ബെറ്റർ ആക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്തവര് ഒരു ദിവസം ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ജേർണലിങ്ങിന് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം അതിനു വേണ്ടി മാറ്റി വെക്കാം. ഇപ്പൊ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ജേർണലിങ് എഴുതാൻ നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ദിവസം നമ്മുടെ ഡെയിലി പ്ലാനിലുള്ള ഒരു 10-15 മിനിറ്റ് നമ്മൾ ജേർണലിങ്ങിന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നല്ല കൺസിഡറേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഫിസിക്കലി ഓൾമോസ്റ്റ് ഓക്കെ ആകാനും പറ്റൂ. ഓക്കെ, ചില ആളുകൾക്കൊക്കെ പല അസുഖങ്ങൾ വരുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് പല ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ അവര് മെന്റലി വീക്ക് ആയിരിക്കും. അതാർക്കും അത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. ഈ ഒരു മെന്റൽ വീക്ക്നെസ് നമ്മുടെ ഫിസിക്കൽ വീക്ക്നെസ്സിനെയും കൂടി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്താൽ തന്നെ നമുക്ക് ലൈഫിൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജേർണലിംഗ് അല്ലെ, ജേർണലിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും, നമ്മുടെ ഓരോ ചിന്തകളും, ഓരോ അനുഭവങ്ങളും, ഓരോ എക്സ്പീരിയൻസുകൾ, നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഫീലിങ്സും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡിജിറ്റലി അല്ലെങ്കിൽ പേപ്പറിൽ, അനലോജിക്കലി പേപ്പറിലോ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ജേർണലിംഗ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അതിന് ടൈപ്സ് ഓഫ് ജേർണലിംഗ്, അതായത് എന്തൊക്കെ ഒരു ജേർണൽസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, നമുക്കിതിൽ ഏത് ജേർണൽസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ എല്ലാം ഫോളോ ചെയ്യാം. എനിവേ അത് നമ്മളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴും നമ്മളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ ഓരോ കാര്യം, നമ്മളുടെ ആ ഒരു മൈൻഡിൽ കൂടി മറിഞ്ഞു കിടക്കുന്ന ട്രോമാസ് ഒക്കെ ചിലപ്പം നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ലത്. നമ്മൾ അറിയാണ്ട് നമ്മുടെ ലൈഫിൽ പേടിയായിട്ട് നമ്മുടെ ഉള്ളിൽ അത് വരും. ആരെങ്കിലും നമ്മളെ കളിയാക്കിയതോ അങ്ങനെ എന്ത് കാര്യങ്ങളും ചിലപ്പോൾ ഇപ്പോഴും നമ്മളൊരു സ്റ്റേജിൽ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പണ്ടെന്നോ നമ്മുടെ കുട്ടിത്വത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കളിയാക്കലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി പിടിപ്പിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റീവായിട്ട് നേരിടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് വളരെ നല്ല രീതിയിൽ പുറത്തു വരാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ടു ആൾ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു മാം. താങ്ക് യു. നമ്മളിത് എഴുതി വെക്കുന്നത് നമ്മൾ സൂക്ഷിച്ചു വെക്കണോ, എന്താ ചെയ്യേണ്ടത്? അതെ, നമ്മളത് കീപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ കുറെ കഴിയുമ്പോൾ നമുക്കത് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിലൂടെ കുറെ സന്തോഷമാണ്. നമുക്ക് അതിൽ നമുക്ക് നമ്മൾ റിക്കവർ ചെയ്തല്ലോ, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഇത്രയും അനുഗ്രഹം നമ്മൾക്ക് കിട്ടി, അപ്പൊ ഞാൻ ഇനിയും കുറെ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് അതിലും ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടാനുണ്ട് എന്നുള്ള തോട്ട്സ് ഒക്കെ നമ്മളോട്ട് വരും. ഓക്കെ. ഹലോ, നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു തീർന്നു. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇത് എടുത്തു നോക്കുമ്പോൾ വീണ്ടും നമ്മളെ വേദനയിലേക്ക് എത്തുമോ? ഇല്ല, നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ നമ്മൾ പാസ് ചെയ്തു, നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുമല്ലോ. ശരി, ഓക്കെ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടന്നറിയാതെ അത് നീറി കിടക്കുക ചെയ്യാം. ഓക്കെ. നമുക്ക്
ചെറിയൊരു കാര്യം വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ആദ്യം വരിക നമ്മളെ മോശമായിട്ട് ഫീൽ ചെയ്യിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലോട്ട് വരിക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ജേർണലിംഗ്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചില നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ നമ്മൾ എഴുതി പേപ്പറിൽ എഴുതി അത് നമ്മൾ കീറിക്കളയും ചെയ്യും. അതോടുകൂടി അത് സ്റ്റോപ്പ് ആവുകയാണല്ലോ. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതെ അതെ സ്ഥിരമായിട്ട് വെക്കാതെ. അതെ അതെ അതൊക്കെ അത് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ ഫീലിങ്സ് നമ്മൾ എഴുതിയിട്ട് നമ്മളെ ദേഷ്യത്തോടു കൂടെ എന്ത് ചെയ്യുക, അതിനെ അവിടെ വെച്ച് കത്തിച്ച് കളയുന്നത്. കീറിയിട്ട് കത്തിച്ച മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ അല്ലേ? അതെ. എന്ത് നെഗറ്റീവ് എനർജി കുറെ ദിവസം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്കത് പേടിയായിട്ട് പുറത്തേക്ക് വരുമോ? നമ്മുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ്, ആ പേടി മാത്രമല്ല, നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ ഉള്ളിലുള്ള ചില ആളുകൾക്ക് അതൊരു ദഹനത്തിന് വരെ പ്രശ്നം വരുന്ന കേസ് വരെ ആവാറുണ്ട്. അതൊക്കെ അതെ അതെ, ടെൻഷൻ കാരണം ചില ആളുകൾക്ക് വയറുവേദന, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, അത് ഒന്നും കാണുന്നുണ്ടാവില്ല. പക്ഷെ കാരണം എന്താ, അവരെന്തോ അവരുടെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ടെൻഷനാണ് ഇതിനൊക്കെ കാരണം. പക്ഷെ അതാരും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. ശരിക്കും അവർക്ക് വേണ്ടത് ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടും ഒന്നും കാണുന്നില്ല. പിന്നെ ആ ഡോക്ടേഴ്സ് തന്നെ എന്ത് ചെയ്യണം, അവർ തട്ടി ചോദിക്കണം, നീ എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ? എന്നിട്ട് അവരാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസിഡർ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ചില എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയ ആളുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പം ചില കാര്യം നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ വലിയൊരു സംഭവമായിട്ട് മാറലായിരിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കേസൊക്കെ ഡോക്ടേഴ്സ് തന്നെ, എനിക്ക് തോന്നുന്നു ഇപ്പം കുറെയൊക്കെ ഡോക്ടേഴ്സ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാനുള്ള അവസരം കൊടുത്താൽ തന്നെ മാറാവുന്ന അസുഖങ്ങളായിരിക്കും ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഫെയിലിയർ, നമുക്ക് എന്താ പറയും, ഒരു വട്ടം നമ്മൾ ആരെങ്കിലും കളിയാക്കി നമ്മൾ മോശമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആരോ നമ്മൾ അങ്ങനെ വെച്ചു, എന്നിട്ട് നമ്മളൊരു പുതിയ കാര്യം ഇനി നമുക്ക് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനം പുറത്ത് വരും. അവരന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി ആയിപ്പോവോ, ഞാൻ അവരെ മുന്നിൽ ഞാൻ വീണ്ടും മോശക്കാരാവോ എന്ന് തോന്നിപ്പോവും. അപ്പോഴും നമ്മൾ ഇത് എഴുതി വെക്കുക, ഇനി ഒരു അവസരം അവർക്ക് നമ്മൾ കൊടുക്കരുത് എന്ന വാശിയോട് കൂടിയായിരിക്കണം പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അതുപോലെ നല്ല അഫർമേഷൻ കൊടുത്താലും അതുപോലെ സെറ്റ് ആവുമല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടും എഴുതാട്ടോ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു മോശം അനുഭവം ആരെങ്കിലും ഉണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ അതിലത്തെ ഒരു പോസിറ്റീവ് കാണാൻ ശ്രമിച്ചുകൊണ്ട് എഴുതാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതെനിക്ക് നല്ലതിനായിരിക്കും. അങ്ങനെ പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. അപ്പോഴും നമുക്ക് കുറെ ഇതിൽ നിന്നൊരു ഇത് കിട്ടും. അതായത് ആ നെഗറ്റീവ് ഫീലിങ്ങിനെ നമ്മളൊരു പോസിറ്റീവ്, അതായത് ഹെൽത്തി എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. നല്ലപോലെ ദേഷ്യം വരുന്ന ഒരാൾ, ഇപ്പം ഫാമിലിയോടും മക്കളോടൊക്കെ നല്ലപോലെ ദേഷ്യപ്പെടുന്ന ഒരാളുടെ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കുണ്ടാവാറുണ്ട്. നമ്മൾ ദേഷ്യപ്പെടും, പിന്നെ അത് മറക്കും, അടുത്ത സെയിം സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വീണ്ടും ദേഷ്യം വരും. അപ്പം നമ്മൾ ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ തന്നെ മനസ്സിലാവണം, ഇന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ടിരുന്നു, അത് ഞാൻ കൺട്രോൾ ചെയ്യണമെന്ന്. അപ്പം എപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവും, നമ്മൾ എന്തെല്ലാം ഇമോഷൻസ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇന്നലെ ലത്തീഫ് സാറ് ചോദിച്ചില്ലായിരുന്നു, അപ്പം റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതെ. അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമ്മൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്, എന്തിനാണെന്നൊന്നും. നമുക്കപ്പോൾ ദേഷ്യം വന്നു, ദേഷ്യപ്പെട്ടു, അത് കഴിഞ്ഞു. ജേർണലിംഗ് സമയത്ത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും, എന്തിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, അതുകൊണ്ട് എന്തെല്ലാം നല്ലതുണ്ടായി ചീത്തയുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് തന്നെ എല്ലാ ഇമോഷൻസും, ദേഷ്യം മാത്രമല്ല ഏത് ഇമോഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ജേർണലിംഗ്. അതെ, നമുക്ക് അതാണ് നമ്മുടെ സെൽഫ് അവയർനെസ് ടൂൾ, നമ്മളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ടൂള്. ഓക്കെ, അപ്പോ ഇനി ആർക്കും കൂടുതൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ എന്നാ ബൈ, താങ്ക് യു. യെസ്, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.